ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ് കേട്ടോ. വെള്ളയപ്പം മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടക്കറിയും വെള്ളയപ്പം വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചോറിനുള്ള അരി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോറ് വേവുമ്പോൾ അതിൽ മുട്ട ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും ഒരുമിച്ചായിക്കോളും. മുട്ട പുഴുങ്ങാൻ സെപ്പറേറ്റ് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. എപ്പിടി ഇരിക്കുക അതന്നെ. അപ്പം അരി നന്നായി കഴുകണം കേട്ടോ. 7-8 പ്രാവശ്യമൊക്കെ കഴുകണം എന്നാണ് സയൻറ്റിഫിക്കലി പറയുക. അത്ര തവണ ഒന്നും നമ്മൾ കഴുകാറില്ല, എന്നാലും നന്നായി കഴിക്കാൻ നമുക്ക് കൊള്ളാം. അപ്പോൾ മുട്ടച്ചെണ്ണ എടുക്കട്ടെ പോയിട്ട്. മുട്ടച്ചെണ്ണ നന്നായി കഴുകിയിട്ട് വേണം കേട്ടോ കഴുകാതെ ഇടല്ലേ. കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാമ്മൂൻ്റെ വെള്ളത്തിൽ ഒപ്പിട്ടെടുത്തു. അപ്പോൾ പിന്നെ ഒപ്പായിക്കോളും. അങ്ങനെ മുട്ടക്കറിയായി. കട്ടൻ ചായ ചേട്ടനാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടന് ചോറ്, മുതിരപ്പേരി, പിന്നെന്താ പപ്പടം, അച്ചാറ്, പിന്നെ മുട്ട, ഇതൊക്കെ കിട്ടിയിട്ട് മാമൊക്കെ തിന്നു. രാത്രി അച്ഛനെ ഉപദ്രവിക്കാൻ പോണ തിരക്കിലാണ്. അച്ഛൻ്റെ മടിയിൽ കിടന്നു. അപ്പം അച്ഛനെ ഉപദ്രവിക്കുന്ന തിരക്കിലാണ്. കുട്ടിയുടെ വിചാരം എന്നെ ഉപദ്രവിക്കാമെന്ന് വെച്ചിട്ട് കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ടാസ്ക് ചെയ്യുന്നത്. അങ്ങനെ അച്ഛനും മോനൊക്കെ തല്ലിപ്പിടുത്തൊക്കെ കഴിഞ്ഞ് രാത്രി സ്നഗ്ഗി ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇടാനുള്ള പുറപ്പാണ്. അതിന് അച്ഛൻ തൊപ്പിയിട്ടേക്കുന്നുണ്ടില്ലേ. ഇനി അച്ഛനെ കാട്ടിയില്ലാൻ വേണ്ടി ലൈക്ക് തരാണ്ടിരിക്കല്ലേ. ചിലവരൊക്കെ അങ്ങനെയുണ്ട്. ദെൻ ഓക്കെ ബൈ.